എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ മൂവും ജിന്നും ഒന്നിച്ചാണല്ലോ ഉള്ളത്. ജിൻ കുക്കിയാനെ കിച്ചണിലേക്ക് കയറുന്നതിന് മുന്നേ ഏപ്രിൻ ഒക്കെ കെട്ടുമ്പോൾ അവൾ വളരെ രസകരമായി അവനെ അടുത്ത് നിന്ന് തന്നെ വായി നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അവർ കുക്കിയാനെ കിച്ചണിൽ കയറുന്ന ടീം അവൾ അവനെ ഹെൽപ്പ് ചെയ്യാണെന്ന് പറഞ്ഞ് അവിടെ കുറച്ച് അൽക്കുലത്തെ പണികളൊക്കെ ഒപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ അവൾ കെച്ചപ്പ് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അറിയാതെ അത് തെറിപ്പിക്കുന്നുണ്ട് അവന്റെ ദേഹത്തേക്ക്. തുടർന്ന് അവൻ ചേഞ്ച് ചെയ്യാനായി പോകുമ്പോൾ പുറകെ പോകുന്ന അവൾ ഒരു കറുത്ത ഷർട്ട് എടുത്തിട്ട് ഇത് ചേരും, ഇത് ഇട്ടോന്നും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി എപ്പോൾ നമ്മൾ ജിന്നിനെ കണ്ടാലും മിക്കവാറും ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഷർട്ടും ടീഷർട്ടും ഒക്കെയാണ് അവൻ ഇടാറുള്ളത്. എന്നിട്ട് ഇവൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞെന്നറിയില്ല. എന്തായാലും അത് കൊടുത്ത് അവളങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാനൊന്നും കണ്ടില്ല നാട്ടിൽ കണ്ണ് പൊത്തുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുന്ന അവൻ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് നീ തന്നെ ഇത് ഇട്ടു എന്നും പറഞ്ഞ് അടുത്ത് നിർത്തുകയും തുടർന്ന് അങ്ങനെ കിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവന്റെ മടിയിലിരുന്ന് അവൾ അങ്ങനെ അവന് ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അവനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവര് മാത്രം ആ ഒരു ടൈം ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ന്യൂ ഇയർ ആഘോഷിക്കാനായി പോയിട്ടുണ്ടായിരുന്ന അച്ഛനും രണ്ടാനമ്മയും അനിയത്തിക്കുട്ടിയും അപ്പോഴാണ് കയറി വരുന്നത്. അവരാണെങ്കിൽ മൂവിന്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. പെട്ടെന്ന് ടെൻഷനായി അവൾ പാനിക്കായി ലൈറ്റ് ഓഫ് ചെയ്ത് ആകെ വെപ്രാളം പിടിച്ച് എന്റെ ബെഡിന്റെ അടി ഒളിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും നീ പേടിക്കേണ്ട, ഇത് എന്റെയും കൂടി വീടാ, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് കരുതി കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കിച്ചൺ ഒരു പരുവാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. മൂവ് എവിടെ, അവൾ ഇനി ഉറങ്ങാൻ പോയി കാണുമെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ ടാബ് ചേച്ചിയുടെ റൂമിൽ എനിക്കത് വേണമെന്ന് അനിയത്തി പറയുമ്പോൾ ചേച്ചി ഉറങ്ങാതെ മുറി ലൈറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഇപ്പൊ ശല്യപ്പെടുത്തേണ്ടെന്ന് അമ്മ പറയുമ്പോഴേക്കും നമ്മളിവിടെ ഒന്നിച്ച് കണ്ട ആകെ പ്രശ്നമാവല്ലോ എന്നൊക്കെ പാനിക്കായിരുന്ന മൂവിനെ സമാധാനിപ്പിച്ച് അങ്ങനെ അവൻ ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും ആ ചേച്ചിയുടെ റൂമിൽ ലൈറ്റ് ഉണ്ട്, ഞാൻ എന്റെ ടാബ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അനീതി അങ്ങോട്ടേക്ക് ഓടുമ്പോഴേക്കും ഡോറ് തുറക്കുന്നത് ജിന്നാണ്. ജിന്നിനെ അവിടെ അനീതി കുട്ടി പ്രതീക്ഷിതയില്ല, അതും മൂവിന്റെ റൂമിൽ. അതുകൊണ്ട് തന്നെ അവൾ ചേട്ടനോന്ന് മട്ടി നോക്കുമ്പോഴേക്കും ടാബ് കൊടുത്തുകൊണ്ട് അവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൂവ് ആകെ നാണിച്ചങ്ങനെ പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് അവരെല്ലാരും കൂടി ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വീട് ഫുൾ ആയിട്ടുണ്ട്, ഇതുപോലെ എന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കല്ലേ. ജിന്നാണെങ്കിൽ മുന്നൊന്നും ഇത്രയും പോലും ഇങ്ങോട്ടേക്ക് വരാറില്ലായിരുന്നു, പക്ഷെ മൂവ് വന്ന ശേഷം ഒരുപാട് മാറി എന്ന് പറയുമ്പോൾ അവർ കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ്, വലിയ കൂട്ടാണ്, രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കുന്നതേ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നല്ല അച്ഛൻ അത് കേട്ട് പറയുന്ന ടീം. ഒരു ദിവസം ചേട്ടനെ കാണാതെ ചേച്ചി കരഞ്ഞിരുന്നു എന്ന് അനിയത്തി പറയുമ്പോൾ കരഞ്ഞോ, നീ എന്തിനാ അങ്ങനെയൊക്കെ കരയാൻ പോയെന്നല്ല രണ്ടാനമ്മ ചോദിക്കുന്ന ടീം. അത് പിന്നെ ഞാൻ കുറച്ച് ലെറ്റേഴ്സ് കണ്ടു, അത് കണ്ടപ്പോൾ ഇമോഷണലായി കരഞ്ഞു പോയതാണെന്ന്. കുട്ടിക്കാലത്ത് അവൾ എഴുതിയ ആ ഒരു ലെറ്റേഴ്സ് ഒക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നതും അതിൽ അവളുടെ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പടമൊക്കെ കണ്ടവൻ തന്നെ മിസ് ചെയ്തിരുന്നു, തന്നെ ഓർത്തിരുന്നു എന്ന കാര്യങ്ങൾ ഓർത്ത് അവൾ കരഞ്ഞില്ലേ. ആ കാര്യം ഇവിടെ വലിയ വിശദമാക്കാതെ തന്നെ ലെറ്റേഴ്സ് കണ്ടു എന്ന രീതിക്ക് പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോഴാണ് അവൻ അങ്ങനെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ സംഭവിച്ചിരുന്നു എന്നറിയുന്നത്. എന്തായാലും അവനും ഹാപ്പി. അങ്ങനെ അവിടെ ഇരിക്കുന്ന ടീം നമുക്ക് ഒന്ന് ഔട്ടിങ്ങിന് പോയാലോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. കാരണം ഫിഷിങ്ങിനൊക്കെ പോയി അന്ന് പിടിച്ച് ഇവർക്ക് കിട്ടുന്ന ഫിഷും കൊണ്ട് രാത്രി ഒരു ഡിന്നർ സെറ്റ് ചെയ്യാന്നൊക്കെ അമ്മ പറയുമ്പോൾ ജിൻ അതിനൊക്കെയാണ്. മൂവാണെങ്കിൽ വേറെ ഏതോ ലോകത്താണ്. മൂ എന്നവളെ 2-3 തവണ വിളിച്ച ശേഷമാണ് അവളും അത് കേൾക്കുന്നതും ഓക്കെ പറയുന്നതും. എന്തായാലും അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കുന്ന ടീം അവൾ അടുത്തിരിക്കുന്ന ജിന്നിനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടുന്നുണ്ടായിരുന്നു. അവനാകട്ടെ അവളെ ഒന്ന് തിരിച്ചൊരു പണി കൊടുക്കാനായി അവളുടെ സ്ലിപ്പേഴ്സ് ഇങ്ങനെ തോണ്ടുന്നതിന്റെ ഇടയിൽ തട്ടുമ്പോഴേക്കും അത് തെറിച്ച് വീഴുന്നുണ്ട്. ഇതെന്താ സ്ലിപ്പേഴ്സ് ഒക്കെ പറന്നു പോകുന്നതെന്നല്ല അവരിത് കണ്ട് ചോദിക്കുമ്പോൾ അത് പിന്നെ അറിയാതെ കാലിൽ നൂരിപ്പോയതാണെന്ന് അവളും പറയുന്നു. എടുക്കാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും വേണ്ട തണുപ്പ, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞു അവൻ അവളുടെ കാല് തറയിൽ മുട്ടണ്ട തണുക്കണ്ടെന്ന രീതിക്ക് വേഗം തന്നെ അത് എടുത്ത് അവൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മനഃപൂർവ്വം തട്ടിക്കളഞ്ഞല്ലേ എന്നെല്ലാം അവൾ അവനോട് ചോദിക്കുമ്പോൾ പിന്നെ ഒരു കുഞ്ഞു പണി തന്നതാണെന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ഔട്ടിങ്ങിന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ബോട്ടില് എല്ലാരും കൂടി രസകരമായി ഫിഷിങ്ങിനും സൈറ്റ് സീയിങ്ങിനും ഒക്കെ പോകുന്നു. കുറച്ചു നേരമായിട്ട് മൂ ഫിഷ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. അച്ഛനാണെങ്കിൽ ഒരു 5-6 മീനെ അതിനോടകം പിടിച്ചു കഴിഞ്ഞു. ഈ ടീം സ്റ്റെപ്പ് മോം ചോദിക്കുന്നുണ്ട് നിനക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോന്ന്. അങ്ങനെ ആരും ഇല്ലാന്ന് ജിൻ പറയുമ്പോൾ ഇത്രയും ഹാൻഡ്സം ആയ എന്റെ ജിന്നിന് ഒരു ഗേൾ ഫ്രണ്ട് പോലും ഇല്ലേന്ന് അവർ പറയുന്ന ടീം. വാനെന്നൊരു പെണ്ണുണ്ട്, ഇവന്റെ പുറകിന ഭയങ്കര ഹോട്ടാണെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഓരോന്ന് പറയുമ്പോ ആണോടാ ഇഷ്ടാണോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇഷ്ടമല്ലെന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും വാനെ പറഞ്ഞ് വീണ്ടും ജിന്നിനെ കളിയാക്കാനായി മൂ വാ തുറക്കുമ്പോഴേക്കും ഇനി മിണ്ടിയോ നല്ലത് മേടിക്കുന്നു പറഞ്ഞ് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സ്റ്റെപ്പ് മോമും അച്ഛനും അനീതിയും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ തനിയെ നിൽക്കുന്നുണ്ട്. ഒന്ന് സ്വിം ചെയ്യാന്നുള്ള ഐഡിയയില് അങ്ങനെ സ്വിം സ്യൂട്ടിലൊക്കെ മാറി മൂ അവിടെ എത്തുമ്പോൾ അവനാകട്ടെ അവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അവളെ ഒന്ന് കിസ് ചെയ്യാന്ന് കരുതി വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രണ്ടാനമ്മയും അനീതിയും കൂടി വരുന്നത് കണ്ട് പെട്ടെന്ന് അവർ ഒളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഒളിച്ചു നിൽക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ് ഇവർ വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടാ പ്രശ്നമാവുമെന്ന് തോന്നുന്ന ജിൻ വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നു. അങ്ങനെ മൂ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അമ്മ കാണുമ്പോൾ നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ടീം ഞാൻ ചുമ്മാ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണെന്ന് അവളും പറയുന്നുണ്ട്. എന്തായാലും അവരവിടെ നിന്ന് പോകുമ്പോഴേക്കും അനിയത്തി 2 ഐസ്ക്രീം അവിടെ എടുത്ത് വെക്കുമ്പോൾ എനിക്ക് ഒന്ന് മതിയെന്ന് മൂ പറയുമ്പോൾ അല്ലല്ല 2 എണ്ണം വേണമെന്നും പറഞ്ഞ് അനീതി അവിടെ നിന്ന് പോകുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, കൊച്ചു കുഞ്ഞാണേലും വലിയവരെക്കാൾ ബുദ്ധിയാണ്. അപ്പോഴേക്കും ജിന്നാകട്ടെ അവർ പോയി എന്ന് മനസ്സിലാക്കി തിരിച്ച് അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവൾ അവന് ദേഹമൊക്കെ തുടച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് അവിടെ ഐസ്ക്രീം ഇരിക്കുന്നത് ജിൻ ശ്രദ്ധിക്കുന്നത്. നമുക്ക് 2 പേർക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ല അത് എനിക്ക് മാത്രം അവൾ കൊണ്ടുവച്ചെന്ന് മൂ പറയുന്നുണ്ട്. കാരണം മൂ അല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കേൾക്കുന്ന ജിൻ അല്ല ഒന്ന് നിനക്കും ഒന്ന് എനിക്കും കൂടിയാണ് അനിയത്തി കുട്ടി കൊണ്ടുവച്ചത്, അവൾക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞ് തുടച്ചുകൊണ്ടിരുന്ന ടവൽ എടുത്ത് മൂവിനെ കൂടി കവർ ചെയ്ത് അവൻ മൂവിനെ കിസ് ചെയ്യുന്നു. എന്തായാലും ഈ ഒരു ഫാമിലി ഔട്ടിങ്ങിന്റെ
തിരക്കിന്റെ ഇടയിലും അവർ ആരും അറിയാതെ കുറച്ച് ടൈം ഹാപ്പി ആയി സ്പെൻഡ് ചെയ്യാനേ രണ്ടുപേർക്കും കഴിയുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഗ്യാരേജിൽ ജിൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന മൂ അവനെ ജോലിക്കിടയിൽ പുറകിൽ നിന്ന് ഹഗ് ചെയ്ത് സർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആകെ അഴുക്കായി നിൽക്കാന്ന് അവൻ പറയുമ്പോൾ ഈ അഴുക്ക് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ മുന്നിലൂടെ അവനെ ഹഗ് ചെയ്യാൻ ചെല്ലുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സാൻലി വരുന്നുണ്ട്. അവനായിട്ട് ഉറക്കെ പേര് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ തന്നെ വരുന്നത് മനസ്സിലാക്കുന്ന മൂ പെട്ടെന്ന് ഹഗ് മാറ്റി അവന്റെ മുടി ഇങ്ങനെ നോക്കുന്ന കണക്ക് നരച്ച മുടി ഉണ്ടെന്ന് പറഞ്ഞ് മുടിയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ജിന്നിനാണെങ്കിൽ അവളുടെ ഈ ആക്ടിങ് കാരണം നല്ല വേദന എടുക്കുമ്പോൾ സൗണ്ട് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ജിൻ എന്താ ഇവിടെ രണ്ടു കൂടി ഒരു പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നരച്ച മുടിയുണ്ട് അത് പറിക്കായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ സാൻലി കളിയാക്കി ചിരിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, കാണാൻ ഹാൻസം ആണെങ്കിലും നേരത്തെ പ്രായമല്ലോ എന്ന് പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയ കണക്ക് സാൻലി കമന്റ് അടിക്കുമ്പോൾ നീ ഒന്ന് പോയിടാന്ന് പറഞ്ഞ് ജിൻ അവനെ ഓടിക്കുന്നു. അങ്ങനെ സാൻലി പോകുന്ന ടീം വീണ്ടും ഇങ്ങനെ ക്ലോസ് ആയി കിസ് ചെയ്യാനേ വരുമ്പോഴേക്കും സാൻലി വീണ്ടും വരുന്നു. ഒന്ന് പോയെന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ട ശേഷം ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ എന്ന് മൂ പറയുമ്പോഴേക്കും അവിടെ രണ്ട് വർക്കേഴ്സ് ഉണ്ടല്ലോ, അവര് കാണാതാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്, അവരെയും കൂടി പറഞ്ഞു വിട്ടാ സ്വസ്ഥമായിട്ടിരിക്കാലോ എന്ന് കരുതി ജിൻ വേഗം അവരുടെ കയ്യിൽ ക്യാഷ് കൊടുത്ത് എന്തൊക്കെയോ പാർട്സ് വാങ്ങാനേ അവരെ പറഞ്ഞു വിടുന്നു. ഇപ്പൊ ആ പാർട്സ് ഒന്നും ആവശ്യമില്ലെങ്കിൽ എന്തിനീ പറഞ്ഞു വിടുന്നതെന്ന് മറ്റുള്ള അവരും കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വീണ്ടും അവർ ഒന്നിച്ച് നിൽക്കുമ്പോഴേക്കും അവരുടെ ഡോഗ് ഉണ്ടല്ലോ അത് അടുത്തേക്ക് വരുന്ന ടീം ഇതും എനിക്ക് അത്ര ഡിസ്റ്റർബൻസ് ആണ് ഇഷ്ടപ്പെടുന്നില്ല എന്നെല്ലാം മൂ പറയുമ്പോൾ അതിനൊരു ടവൽ എടുത്തെറിഞ്ഞ് ജിൻ ഓടിച്ചു വിടുന്നുണ്ട്. തുടർന്ന് അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്ന സാൻലി വീണ്ടും എത്തി കാണുന്നത് ഈ കാഴ്ചയാണ്. അവൻ എന്തായാലും ആ കാഴ്ച കണ്ടപാടെ അവിടെ നിന്ന് ശല്യപ്പെടുത്താതെ വേഗം ഓടിപ്പോന്നു. പിന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഒരു താല്പര്യമുണ്ട് എന്നതൊക്കെ അറിയാമെങ്കിലും അത് ഈ ലെവലിലേക്ക് മാറിയിട്ടുണ്ട് എന്നത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. എന്തായാലും അന്ന് രാത്രി മൂനെയും കൂട്ടി ജിൻ പുറത്തു പോകുന്നുണ്ട്. മുന്നേ നമ്മൾ കണ്ടില്ലായിരുന്നു ഒരു ദിവസം ഇങ്ങനെ ബീച്ചിൽ വന്നപ്പോൾ വാൽ നക്ഷത്രത്തെ കാണണമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന അവൾ, പക്ഷെ വാൽ നക്ഷത്രം വരുന്നതിന് മുന്നേ അവൾ അങ്ങനെ ഒരു വിഷ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിരുന്നല്ലോ. ഇപ്പൊ വീണ്ടും അങ്ങനെ വാൽ നക്ഷത്രത്തെ കാണിക്കാൻ വേണ്ടി അവളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവൻ കൊണ്ടുവന്നതാണെങ്കിലും അവളോട് പ്രത്യേകം പറയുന്നുണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും ഉറങ്ങിപ്പോവല്ലേ, ഉറങ്ങിപ്പോയാ നിനക്കും കൂടി ഉള്ള വിഷ് ഞാൻ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ഉറങ്ങിപ്പോയില്ല എന്ന് പറയുന്നവൾ അവൻ അവൾക്കായി കൊണ്ടുവന്ന സ്ട്രോബെറീസ് എടുക്കുമ്പോഴേക്കും അവൻ അതെടുത്ത് ഒരെണ്ണം അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. പക്ഷെ അവൾ അത് കഴിക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ സ്ട്രോബെറീസ് ലിപ്സ് കൊണ്ട് എടുത്ത് അവളെ കിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അങ്ങനെ വാൽ നക്ഷത്രം എത്തുമ്പോൾ അവൾ അവിടെ വിഷ് ചെയ്യുന്നുണ്ട് ഇവർ എന്നും ഒന്നിച്ചുണ്ടാകണമെന്ന്. അതിനുശേഷം ജിന്നിനോട് വിഷ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നവൻ ഓൾറെഡി എന്റെ വിഷ് ട്രൂ ആയി, ഇനി ഞാൻ എന്ത് വിഷ് ചെയ്യാനാണെന്ന് വളരെ ഹാപ്പി ആയി പറയുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും നാനയുടെ കൂടെ ഒരു ചാരിറ്റി പെർഫോമൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു മൂ. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് ക്യാമറ വെച്ച് ഫോക്കസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തപ്പോൾ അങ്ങോട്ടേക്ക് ജിൻ എത്തുമ്പോൾ അവൾ അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയും ആ ഒരു ചാൻസിൽ അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. കാരണം ഇതുവരെ ഇവർക്ക് ഒന്നിച്ചൊരു ഫോട്ടോ ഇല്ലല്ലോ, നമ്മുടെ ഫസ്റ്റ് കപ്പിൾ ഫോട്ടോ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ഹാപ്പിയായി ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിനുശേഷം പെർഫോമൻസിന് പോകുന്ന മൂ നന്നായി തന്നെ നാനയുടെയും ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ പെർഫോം ചെയ്യുകയും അങ്ങനെ പെർഫോമൻസിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാൻ ഇവർ ഒന്നിച്ച് പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങോട്ടേക്ക് മൂ പോകുന്നതെങ്കിലും അവളെ ഭയങ്കരമായി സങ്കടപ്പെടുത്തിയ ഒരു കാഴ്ച അവൾ കാണുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവിടെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് ഒരു ഷോപ്പിന്റെ അവിടെ ഇരിക്കുകയാണ് ജിൻ. കൂടെ ഒരു ഫോറിൻ ലേഡി ഉണ്ട്. അവരുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അവൻ എങ്ങനെ ഇരിക്കുന്നത്. ആ കാഴ്ച കണ്ട് അവൾ ഭയങ്കര കലിപ്പിൽ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അവൾ അവിടെ വന്ന് ഇത് കണ്ടുവരുന്നത് ജിന്നും കാണുന്നുണ്ട്. അവൻ വേഗം അവളുടെ പുറകെ പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ജിൻ ഇടയ്ക്കിടയ്ക്ക് ഒരു അജ്ഞാത വ്യക്തിയെ കണ്ട് സംസാരിക്കാറില്ലേ, അയാൾ ആക്ച്വലി ഒരു പോലീസുകാരനാണ്. അയാൾ ജിന്നിനോട് പോവരുത്, ഇവിടെ കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞു അവിടെ തന്നെ നിർത്താണ്. നമ്മൾ മുന്നേ ഇവരുടെ സംസാരം കേട്ട് മനസ്സിലാക്കിയിരുന്നില്ലേ, സ്നേക്കിയുടെ അച്ഛന്റെ ഗ്യാരേജിൽ നടക്കുന്ന പാർട്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അതായത് മുന്നേ ജിൻ വരുത്തി വെച്ചതാണെന്ന രീതിക്ക് മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ തിരുമറി നടന്ന ഒരു ആക്സിഡന്റ് കേസില്ലേ, അതുമായി ബന്ധപ്പെട്ട സത്യങ്ങളും അതുപോലെ ഇവർ തിരുമറി നടത്തുന്ന ബാക്കി മോഡിഫിക്കേഷന്റെയും പാർട്സിന്റെയും കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു കൊണ്ടുവരാനായി തെളിവ് ശേഖരിക്കുകയും ഒക്കെ വേണമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ എന്തിനോ ഇവിടെ ജിൻ ഇയാളുടെ നിർദ്ദേശപ്രകാരം വന്നതാണ്. ഒപ്പം തന്നെ അവനാ വളരെ ക്ലോസ് ആയി ഇടപെട്ട ഫോറിൻ ലേഡി ആക്ച്വലി അവന്റെ ആരുമല്ല, ഇവർ ഈ ഒരു കാര്യത്തിന്റെ ഭാഗത്തിന് വേണ്ടി കാശ് കൊടുത്ത ആ ലേഡിയെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിച്ചതുമാണ്. എന്തായാലും അതിനുശേഷം ജിൻ പോകാനായി നിൽക്കുമ്പോഴേക്കും ആ പോലീസുകാരൻ അവനോട് നീ ഇപ്പോഴും എനിക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഒരു സീക്രട്ട് ടാസ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഈ അടുത്തായി ഒരുപാട് മാറ്റങ്ങൾ വന്ന കണക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ കമ്മിറ്റ് ചെയ്തത് ഞാൻ തീർത്തിരിക്കും, അതുവരെ ഞാൻ ഈ ഒരു ടാസ്കിന്റെ ഭാഗം തന്നെ ആയിരിക്കുമെന്ന് അവനും പറയുന്നുണ്ട്. ശരി, എന്തായാലും എനിക്ക് ആ ഒരു കോമ്പറ്റീഷന്റെ മാപ്പ് എങ്ങനെങ്കിലും തരപ്പെടുത്തി തരണമെന്ന് പോലീസുകാരൻ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മൂ ഭയങ്കരമായി സങ്കടപ്പെട്ടാണല്ലോ അവിടെ നിന്ന് പോയിരിക്കുന്നത്. അവൾ പോകുന്ന വഴി മുഴുവൻ ഭയങ്കരമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അതായത് ജിന്നുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആയ ശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു ഹാപ്പിനെസ് ഒക്കെ ഭയങ്കരമായി തന്നെ ഇപ്പൊ പൊട്ടിക്കരഞ്ഞ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കണ്ട കാഴ്ച അവൾക്ക് അത്രയും ഷോക്കിംഗ് ആയിരുന്നു. എന്തായാലും അവൾ അവിടെ റോഡിൽ ഇരുന്ന് കരയുന്നത് അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന ജിൻ കാണുന്നുണ്ട്. അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള വഴി വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അവനെ കണ്ടപാടെ ദേഷ്യത്തിൽ അവൾ അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഭയങ്കരമായി സോറി പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി കഴിയില്ലല്ലോ, പക്ഷെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൾ മാത്രമാണ് അവന്റെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്ന ടീം അങ്ങനെ ഇവർ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് രണ്ടാനമ്മ വരുന്നുണ്ട്. അവർ പെട്ടെന്ന് വരുമ്പോൾ ആരെ റോഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് കണ്ടിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അത് ജിന്നാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഉറക്കെ അവർ
അവർ ജിന്നിന്റെ പേര് വിളിക്കുമ്പോൾ വിളി കേട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നത് ജിൻ മാത്രമായിരുന്നില്ല, മൂവും കൂടിയായിരുന്നു. അങ്ങനെ മൂവും ജിന്നുമാണ് ആ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്ന് കാണുന്നവർ വളരെ ഷോക്കാവുന്നു. ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നത് അപ്പോഴാണ് അവർ അറിയുന്നത്. മൂവിന് വേറെ ഏതോ ലൈൻ ഉണ്ടെന്നൊക്കെയല്ല അതുവരെ അവർ വിചാരിച്ചിരുന്നത്. എന്തായാലും ഈ കാഴ്ച കണ്ട് അവരാകെ ഷോക്കാവുന്നു.